കുറച്ച് കാശ് ഞാൻ എൻ്റെ അടിക്കലത്തി വെച്ചിരുന്നില്ല. ഇത്തവണ പ്ലാസ്റ്റിക്കും കൊണ്ടുപോയി. വേണ്ട എന്തോ എന്റെ കാശ് കാണാനില്ലല്ലോ. അല്ല ഉമ്മ എന്തോന്ന് ഇവിടെ തപ്പണത്? ഓ തമ്പുരാട്ടി എഴുന്നള്ളിയ. ഞാൻ കുറച്ച് കാശ് ഇവിടെ വെച്ചിരുന്നു അരിക്കലത്തിൽ. ഇപ്പൊ അത് കാണാനില്ല. കാശോ? അരിക്കലത്തിൽ വെച്ചിരുന്നതോ? അല്ലെങ്കിലും എന്റെ ചെറുക്കന്റെ കല്യാണത്തിന് മുമ്പ് വരെ ഇവിടെ എന്തൊരു വെച്ചിരുന്നാലും കാണുമായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞ് ഒരുത്തേം കൊണ്ട് കെട്ടിയെടുത്ത് കഴിച്ച ശേഷം ഞാൻ എന്തൊരു സാധനം എവിടെ വെച്ചാലും കാണാനില്ല. എവിടെ പോയാ എന്തോ. ഇരിക്കണ പൈസ അതങ്ങനെ അവിടെ വന്ന്. എനിക്ക് മനസ്സിലായി. നീ ആ കാശ് അരിക്കലത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ നോക്കണ കണ്ടോണ്ട് ഓടിക്കൊണ്ട് വെച്ചതായിരിക്കും. നിനക്കാണല്ല കാശിന്റെ ആവശ്യം. എത്ര കിട്ടിയാലും അവക്ക് തികയൂല. എനിക്ക് ദൂർത്തടി ചില്ലറേ. എനിക്ക് ആ മനുഷ്യനും കൂടെ എന്തെങ്കിലും അക്കാപ്പിച്ചെന്നാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തരും. പിള്ളേർക്കെല്ലാം വാങ്ങിച്ചെടുക്കണ അതും ഇല്ല. അവക്ക് ചുരിദാരും അതും ഇതും ഒക്കെ അവക്ക് അങ്ങ് വാങ്ങിക്കണം. അതിന് വേണ്ടിട്ടൊക്കെ വെച്ചേക്കണം. നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തോന്നും ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ. പഠിച്ചോ പോലും പൊറക്കൂല. അറിയാത്ത കാര്യങ്ങളാണ് ഓരോന്ന് പറയണത്. ഓ 500 രൂപ ബാലൻസ്. ഈ ചെലവുകളെല്ലാം കൂടി ഞാനിനി എന്ത് ചെയ്യും? ഇത്തവണയെങ്കിലും കഴിഞ്ഞ തവണ 3000 രൂപ ഉമ്മാക്ക് കൊടുത്തു. അപ്പോഴും പരാതിയായി. ഇത്തവണ 4000 രൂപയെങ്കിലും ഉമ്മാക്ക് മപ്പാക്കുമായിട്ട് കൊടുക്കണം. പിന്നെ സ്കൂൾ ഫീസ്. എനിക്ക് വയ്യെല്ലാം കൂടി ഞാൻ എങ്ങനെ ഈ മാസം കൊണ്ടുപോകും? ഞാൻ ഇനി അപ്രതീക്ഷിതമായിട്ട് പിള്ളേർക്ക് ആർക്കെങ്കിലും ഒരു അസുഖമോ ചുമയോ പനി എന്തെങ്കിലും വന്നാൽ മതി. ഈ ഉള്ള കൈയിരിക്കണേ കൂടി അന്ന് തീരും. പറയാൻ ആരടുത്ത് പറയും? ഗൾഫുകാരൻ്റെ ഭാര്യ. പേര് മാത്രമേ ഹലോ. ഞാൻ പൈസ എടുത്ത്. രാവിലെ വാട്സപ്പിൽ മെസ്സേജ് കണ്ടല്ലോ. എടുത്തിട്ടുണ്ട്. മോക്ക് എന്തോന്ന് വാങ്ങാൻ? അവർക്ക് അതിന് ഈ അയക്കുന്ന പൈസയൊക്കെ തികയണ്ടേ? നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് വാങ്ങിയിട്ട് അത് വാങ്ങിച്ചു കൊടു ഇത് വാങ്ങിച്ചു കൊടു എന്നിട്ട് എന്തെങ്കിലും പൈസ അയക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഈ പൈസ കൊണ്ട് ഇവിടെ തികയണില്ല. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഒരുപാട് ചിലവ് കൂടുതലാണിപ്പോൾ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. ശരി ശരി. ചെറുക്കൻ ഇത്തിരി കൂടുതൽ പൈസ അയക്കുന്നുണ്ടോ? കൊറേ അയക്കും. അവക്ക് അയക്കണോത്ത് അവക്ക് തികയണില്ല. ഇനി വല്ലമാർക്കും കൊണ്ട് കൊടുക്കണം എന്തോ. പിള്ളേർക്ക് വല്ല ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കൂല. അല്ല നക്കാപ്പിച്ച കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. പാപ്പ ഇന്ന് പൈസ അയച്ചായിരുന്നു നിങ്ങൾക്കുള്ളത്. എല്ലാ തവണത്തെ പോലെ അല്ല, ഇത്തവണ വളരെ കുറച്ചാണ് അയച്ചത്. എല്ലാ തവണയും അങ്ങനെ തന്നെ. പപ്പാക്കും ഉമ്മാക്കും മാത്രം കിടക്കുമ്പോ ഇല്ല, കുറച്ച് അയച്ചോളൂ. കുറച്ച്. ചാക്ക് നിറച്ച് സാധനമാണല്ലോ. കെട്ടിയാൻ കാശ് അയച്ചു കാണും അല്ലേ? നിങ്ങളൊരു ഭാഗ്യം. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. രണ്ടറ്റവും കൂടി കൂട്ടിമുട്ടിക്കാൻ പറഞ്ഞ പാടണ്ടല്ലോ. അത് ഞങ്ങൾക്ക് മാത്രം അറിയാവൂ. ഗൾഫുകാരന്റെ ഭാര്യമാർക്കും പട്ടാളക്കാരന്റെ ഭാര്യമാർക്കും. വേറെ ആർക്കും അത് ദാരിദ്ര്യം പറയാനേ സമയമുള്ളൂ. ഞാൻ പോകണം. അതായിരിക്കും നല്ലത്. എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു.
ഞാൻ വാങ്ങിക്കും. ഇത്തവണ പൈസ കുറച്ചേ അയച്ചോളൂ. എല്ലാ കണക്കും കൂട്ടി വന്നപ്പോ ബാക്കി ഒരു 500 രൂപയാണ് ബാക്കി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പറഞ്ഞില്ലേ ഇത്തവണ വാങ്ങിച്ചു മനസ്സിലാക്ക്. ഞാൻ നോക്കട്ടെ, സമാധാനപ്പെടി. കൊറേ വാങ്ങിച്ചു കൊടുക്കും. ആ പിള്ളേരെങ്കിലും പറ്റിക്കാതെ അവറ്റേക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കും. ഓരോന്ന് പറഞ്ഞ പിള്ളേരെ ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കല്ലേ അമ്മ. അമ്മ പറയും പോലെയൊന്നും അല്ല കാര്യങ്ങള്. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂലേ. നമ്മക്കാ ഇങ്ങനെ, നമ്മക്കാ ഒന്നുമില്ല. നിന്റെ കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് അങ്ങ് നടത്തണുണ്ടല്ലോ. അവർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പാവം പിള്ളേര്, അവർക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അവന്റെ തന്ത അങ്ങ് നാട്ടി വരണം, എന്നാലേ അവർക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഉഫ്, കഷ്ടം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ കാര്യം? നിങ്ങളിവിടെ ഇല്ലേ? ഒരാഴ്ച കഴിയുമോ വരാൻ? ശരി ശരി, ഞാൻ വാങ്ങിച്ചു വയ്ക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നല്ലേ? ഇവിടുത്തെ അഡ്രസ് ആണോ കൊടുത്തേക്കുന്നത്? ഓക്കെ ഓക്കെ, ശരി, ഞാൻ വാങ്ങിച്ചു. ഉച്ചയാവോ വരുമ്പോൾ? ശരി, ഓക്കെ. അവിടെ തന്നെ. ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങാവേ. വന്നാ. എന്താ വാങ്ങിച്ചു കൂട്ടണല്ല? ചോദിക്കുമ്പോ അവളെ ഒന്നും വാങ്ങിക്കണ്ടല്ലോ. നേരത്തെ ഈ കുന്ത്രാണ്ട് ഓണാവേ ഇല്ലല്ലോ. ഈ കുന്ത്രാണ്ടത്തിനോ കൊച്ചുമോ പറഞ്ഞ നീത്ത് എന്നെ വീഡിയോ. നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, ഇന്നൊരു പരിപാടി ഉണ്ട്. ഹലോ മോനെ. അമ്മച്ചിയെ വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ പൈസ പോണ വഴിയൊക്കെ അമ്മക്ക് അറിയണ്ടേ. അവക്ക് മക്കൾക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ല. ഈ തന്തയ്ക്കും തള്ളയ്ക്കും തരാനും അവക്ക് കാശില്ല. അവക്ക് ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്യും. വീട്ടിൽ കൊണ്ടങ്ങ് തരയില്ലേ ഓരോരുത്തന്മാര്. നീ കണ്ടില്ലേ? ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. നിനക്ക് വിശ്വാസമായില്ലല്ലോ ഞാൻ പറഞ്ഞപ്പോ. നീ അയക്കണ പൈസ മൊത്തം ഇങ്ങനെ തന്നെ തീരണത്. ഓരോന്ന് വാങ്ങിച്ചു 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 അങ്ങ് കൂട്ടും. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ദാരിദ്ര്യം പറിച്ചിരും. നീ ഇത് അറിയണം. ഇത് വഴി പോണടുത്ത് ഒക്കെ ചിരിച്ചും കളിച്ചും കാണിക്കും. എവളെയൊക്കെ സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ. വിശ്വസിക്കാൻ കൊള്ളൂല. നീ ഒന്ന് വിളിച്ചു നോക്ക്. എന്നാലും നിന്റെ ഞാൻ ഫോട്ടോ അയച്ചു തന്നല്ല. കാര്യങ്ങൾ മനസ്സിലാവൂല എനക്ക്. കൊതുക് കയറി. കെട്ടിലമ്മ ചമയൊക്കെ അങ്ങ് നെറ്റി. എന്റെ കൊച്ചു വിളിച്ച് കാണാം. ഹലോ ഹലോ, എന്താ പതിവില്ലാതെ ഈ സമയത്ത്? നീ എന്തിനുള്ള പുറപ്പാടാണ്? നീ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും അതിൽ നിന്നും ഇതിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ ഇങ്ങനെ പൈസ മുടക്കി സാധനങ്ങൾ മേടിച്ച് കൂട്ടണമെന്ന് അറിഞ്ഞു. നിനക്ക് പൈസ തികയുന്നില്ല എന്ന് പറയേണ്ട കാരണങ്ങൾ ഇതൊക്കെയാണല്ലേ? മനസ്സിലാവുന്നുണ്ട് എനിക്ക്. നീ കണ്ടവന്മാരോട് കറങ്ങാൻ പോകുന്നില്ല എന്ന് എന്തൊരു സംശയം? എന്താണ് കാര്യം? ഇക്ക പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തോന്ന് പറയുന്നതെന്നാ, അവിടെ സാധനങ്ങൾ വന്നതും നീ മേടിച്ചതും എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതാണ് നിനക്ക് ഈ പൈസ തികയാത്തത്. എന്നിട്ട് നീ എന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കേണ്ട കാര്യം എന്തിനാണ്? എൻ്റെ ആവശ്യമില്ലല്ലോ. അതെ, ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ട് അങ്ങോട്ട് പൈസ അയച്ചു തരും.
നീ അതെടുത്തിട്ട് ഇങ്ങനെ ദൂർത്തടിച്ചാൽ നാളെ എങ്ങനെ ജീവിക്കണം നമ്മൾ? അതാണ് കാര്യം. ഒന്നുമില്ല, അത് ഐശ്വര്യ വീട്ടിൽ നിന്ന് ആളില്ല. അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടേ മടങ്ങി വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വരും, അത് നീ ഒന്ന് വാങ്ങിച്ച് വെക്കണമെന്ന് പറഞ്ഞു. അതിനാണ് ഇത്രയും കിടന്ന് ബഹളം വെക്കണത്. നിങ്ങളടുത്ത് ഇത് ആരും വിളിച്ച് പറഞ്ഞത്? കൊള്ളാം. ഉമ്മാക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പറഞ്ഞതിനെ കുറിച്ച് വല്ല അറിയാമോ? നിങ്ങൾക്കും അറിയാവുന്നതല്ലേ ഓർഡർ കൊണ്ട് സാധനം പറഞ്ഞത്. അവരെ കാര്യം നോക്കിയിട്ട് അവരങ്ങ് പോവും. ഞാൻ പിന്നെ നമ്പർ ഇതിൽ പറഞ്ഞതല്ലേ, ഫോൺ പേ വഴിയാണ് കാശ് കൊടുത്തത്. അവളെ എനിക്ക് വഴി ഇങ്ങോട്ട് അയച്ചു തന്നായിരുന്നു. അതിന്റെ രേഖകൾ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഫോണിൽ കൂടി ആയതുകൊണ്ട് അത് എളുപ്പമായല്ലോ. കഷ്ടമുണ്ട് എന്തോന്നാണ്. അങ്ങനെയാണോ? സോറി. നിനക്കറിയാമല്ലോ ഇവിടുത്തെ ജോലിയും അതിന്റെ ടെൻഷനും, അവരെ വായിരിക്കുന്നത് കേൾക്കണം, വെച്ചാറുന്നത് കേൾക്കണം, ഇത് കേൾക്കണം, ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ കൂടെ വീട്ടിലെ കാര്യങ്ങളും അതിലും കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ടെൻഷനാവും. മാനസികമായിട്ടൊന്നും നല്ല രീതിയിലല്ലല്ലോ നമ്മളിവിടെ നിൽക്കുന്നതെന്നെല്ലെങ്കിലും ആ മനസ്സിന് സന്തോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. എനിക്ക് മനസ്സിലാവും. ഗൾഫിൽ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുപാട് ഡിപ്രഷനൊക്കെ അടിച്ചിട്ടല്ലേ അവിടെ നിൽക്കണം. എനിക്ക് മനസ്സിലാവൂക്ക. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഫയറാവരുത് കേട്ടോ. ഒന്ന് അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കണം. ശരി, ഞാൻ ഉമ്മായൊന്ന് കാണട്ടെ. പിന്നെ ശരിയെന്നാ. എന്തോന്നുമ്മ, എന്തെങ്കിലും സംശയം തോന്നി ഉമ്മാക്ക് എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൂടെ? അന്യദേശത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഓരോന്ന് വിളിച്ച് പറയുന്നത്. ഒരു ദേഷ്യ ഭാവം. ഇങ്ങനത്തെ ഒരു ഭാവത്തിൽ ഇതൊരു വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ മോളെ, നീ നാട്ടുകാരുടെ മൂടിക്കെട്ടാൻ പറ്റൂല എന്ന് പറയാം. പക്ഷെ വീട്ടിലുള്ളവരും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ? കാര്യം അറിയാതെ എന്തിനാണ് ഇങ്ങനെ അനാവശ്യങ്ങൾ പറയണമ്മ? അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വഴിയിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അപ്പോഴതും ഒരു സംശയം, അതും അപ്പോഴവിടെ വിളിച്ച് പറയും. എന്നെക്കാളും പ്രായം കൂടുതലുള്ള ഏതെങ്കിലും ഉപ്പാപ്പമാർ ഇതുവഴി പോയാൽ അവരുടെ അടുത്തൊന്ന് കുശലാന്വേഷണം ചോദിച്ചാൽ അതിനും സംശയം. ഏതെങ്കിലും ഫോൺ വന്നാലും ഇങ്ങനെ പലവട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒളിങ്ങി നോക്കണത്. ഉമ്മാക്ക് ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ ഉമ്മാക്ക് തരണില്ലേ? അല്ലെങ്കിൽ ഉമ്മാരുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ഉമ്മാക്ക് വിളിച്ചുകൂടെ? മോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമല്ലോ. അത് മാത്രമാണോ? അത് നിനക്ക് പൈസ തികഞ്ഞില്ല. ഉമ്മ, എനിക്ക് മനസ്സിലായി. ഉമ്മാക്ക് വേറെ ഒന്നുമില്ല. മോനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കാശ് അയക്കണം, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അതാണല്ലോ ഉമ്മാക്ക് പ്രശ്നം. എന്താ നീ നാളെ തൊട്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ പറയാം. ഒരു കാര്യം ചെയ്യും, ഉമ്മ വയസ്സായി ഇരിക്കുകയല്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ അക്കൗണ്ടിൽ കാശ് അയക്കുന്നത്. നാളെ തൊട്ട് നമുക്ക് രണ്ടുപേർക്കും ഒത്ത് പർച്ചേസിങ്ങിനൊക്കെ പോകാം. വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം ഉമ്മയെ അറിയിച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒത്ത് ചെയ്യാം. അപ്പോൾ ഉമ്മാക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുമല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എന്നെ തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യണത്. ഇനിയൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഇപ്പോഴത്തെ സാധനങ്ങളെ വില വെച്ച് നോക്കുന്നത് അവിടെ നിന്ന് അയക്കുന്ന കാശൊന്നും തികയണില്ല. അതിന് എങ്ങനെയെങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ തരുന്നത്. എന്നിട്ട് നിങ്ങളെ മോൻ്റെ അടുത്ത് എന്താണ് വിളിച്ച് പറയണതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങൾക്കൊന്നും പൈസ തന്നില്ല, ഞാൻ എന്തോ ഇങ്ങനെ ഇവിടെ എന്തോ ദൂർത്തടിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കറണ്ട് ബില്ലടയ്ക്കുന്നതും വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നതും നിങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കുന്നതും ഒക്കെ എൻ്റെ കാശിലല്ലേ? നിങ്ങൾക്കല്ലാതെ നിങ്ങളെ പോക്കറ്റ് മണി ആയിട്ടല്ലേ 4000 3000 ഞാൻ തന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഈ പരിപാടി നിർത്തി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. വെറുതെ എന്തിനാണ് നിങ്ങളെ മോൻ്റെ ജീവിതം നശിക്കണം എന്നുള്ളൊരു ചിന്തയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് അല്ലെങ്കിൽ ഈ ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്കുള്ളത്. വേണ്ടോളെ വേണ്ട, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ തന്നെ കാര്യങ്ങളൊക്കെ നോക്കണേ എന്നാ നല്ലത്. ശരി. ഇപ്പോഴത്തെ പണി. ഹലോ അമ്മ, നിങ്ങളിത് അരുവും മൂലയും കേട്ടിട്ട് ഇങ്ങനെ വന്ന് എന്നെ വിളിച്ചതെന്ന് പറയല്ലേ? അത് ഉമ്മാക്ക് ഇപ്പൊ അവളെന്റെ അടുത്തൊന്നും പറഞ്ഞില്ല.
കേട്ടാ. ഞാൻ ഒന്നാമത് ഇവിടെ ജോലിയുടെ ആയിട്ടുള്ള ടെൻഷനും എല്ലാം കൊണ്ട് ആകെ വട്ട പിടിച്ച് നിൽക്കുന്നു. പിന്നെ അത് വല്ലതൊക്കെ പറയണ്ടേ തള്ളമാരെടുത്ത്? ഓ അവളൊന്നും പറയൂല. എൻ്റെ കൂടെ അവിടെ നിന്നുള്ള പ്രാന്തരപ്പ് കൂടാകുമ്പോൾ എനിക്ക് ആകെ വട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരക്കി അത് അന്വേഷിച്ചിട്ട് മാത്രം എൻ്റെ അടുത്ത് വിളിച്ച് പറയാവുള്ളതെന്ന് കേട്ടാ. ഓ ഇനി ഞങ്ങൾ നിങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടല്ലേ. ആ ശരി അമ്മ, ഞാൻ എൻ്റെ ജോലിക്ക് പോകാനായിട്ട് നിൽക്കുന്നു. ശരി, ഓക്കെ. ഓ ശരി, ഞാൻ വയ്ക്കുന്നു. രേഷ മേടിച്ച് കെട്ടാൻ എനിക്ക് വല്ല ആവശ്യമുണ്ടാ? വായും കൊണ്ട് മിണ്ടായിരുന്നു ഉടനെ. ഇത്തവണത്തെ പണി ചുറ്റിപ്പോയി. അടുത്ത പ്രാവശ്യം കണ്ടുപിടിക്കില്ല.